ഓക്കെ, നെക്സ്റ്റ് യൂണിറ്റ് നമുക്ക് നോക്കാനുള്ളത് ഏതായിരുന്നു? നമുക്ക് നെക്സ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് നമുക്ക് തേർഡ് ബ്ലോക്കിലെ മെഷർമെന്റ് ആൻഡ് സ്കെയിലിംഗ് എന്നുള്ളതാണ് നമ്മളുടെ ഏതെന്ന് പറയുന്നത്. തേർഡ് ബ്ലോക്കിലെ യൂണിറ്റ് എന്ന് പറയുന്നത് ഏതാണ്? മെഷർമെന്റ് ആൻഡ് ട്രെയിനിങ് എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് മെഷർമെന്റ് ആൻഡ് സ്കെയിലിംഗ് എന്നുള്ളത് നമുക്ക് നോക്കണം. അതായത് മെഷർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡാറ്റ ഒക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിനെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം? മെഷറിങ്ങും കാര്യങ്ങളും നോക്കണം. അപ്പോൾ മെഷർമെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്തുണ്ടായിരിക്കണം? എന്തെങ്കിലുമൊക്കെ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടായിരിക്കണം. അപ്പോൾ റിസർച്ച് നമ്മൾ ഇത്തരത്തിൽ മെഷർ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നാണെന്ന് പറയുന്നത് വേരിയബിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ വേരിയബിൾസ് എന്നുള്ളത് നമ്മളോട് എന്ത് ചെയ്യാറുണ്ട്? എക്സാമിന് ചോദിക്കാറുണ്ട് വേരിയബിൾസ് എന്താണെന്നുള്ളത്. അപ്പോൾ നമുക്ക് അവിടെ എന്ത് ചെയ്യണം? വേരിയബിൾസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കേണ്ടതുണ്ട്. എന്താണ് വേരിയബിൾസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കണം. അതായത് വേരിയബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരിയബിൾസ് എന്ന് പറയുന്ന ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ് എന്ത് വന്നിട്ടുള്ളത്? വേരിയബിൾസ് എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ് ഡെറിവൈവ് ചെയ്ത് വന്നിട്ടുള്ളത്. എന്താണ്? വേരിയബിൾസ് എന്ന് പറയുന്ന ഒരു വേർഡിൽ നിന്നാണ്. വിച്ച് മീൻസ് എന്താണ്? ചേഞ്ചബിൾസ് ഓർ ലയബിൾ ടു വേരി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ. ലയബിൾ ടു വേരി ഓർ ചേഞ്ചബിൾസ് എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത് നമ്മളുടെ വേരിയബിൾസ് എന്നതിൻ്റെ മീനിങ് തന്നെ വരുന്നത്. ഓക്കെ, അതിൻ്റെ മീനിങ് വരുന്നത് എന്താണ്? ചേഞ്ചബിൾ അല്ലെങ്കിൽ ലയബിൾ ടു വേരി എന്നുള്ളതാണ് അതിൻ്റെ മീനിങ് വരുന്നത്. ഇൻ സോഷ്യൽ സയൻസ് റിസർച്ച് എ സ്റ്റഡി ഈസ് ഫ്രെയിംഡ് യൂസിങ് സെവറൽ വേരിയബിൾസ്. സോഷ്യൽ സയൻസ് റിസർച്ച് എന്താ? ഒരുപാട് വേരിയബിൾസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇത്തരത്തിലുള്ള സ്റ്റഡീസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഈ വേരിയബിൾസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഓരോ കാര്യങ്ങളെ മെഷർ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ജെൻഡർ, അതുപോലെ മെരിറ്റൽ സ്റ്റാറ്റസ്, നമ്മുടെ ആനുവൽ ഇൻകം, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്താണ്? നമ്മളുടെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മുടെ എന്താണെന്ന് പറയാൻ പറ്റും നമുക്ക്? നമ്മുടെ വേരിയബിൾസ് ആണെന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കും. കാരണം എന്താണ്? അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ റിസർച്ചും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അതൊക്കെ എന്താണ്? നമുക്ക് വേരിയബിൾസ് ആണെന്ന് പറയാം. ഈ വേരിയബിൾസ് എന്താണ്? നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എലമെൻ്റ് ആണ്. കാരണം വേരിയബിൾസ് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വേരിയബിൾസ് എന്തായിരിക്കും? ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു കൺക്ലൂഷനിലോട്ട് എത്തിപ്പോവാം, ഒരു കൺക്ലൂഷനിലോട്ട് എത്തുക അല്ലേ? ഈ വേരിയബിൾസ് എന്ന് പറയുന്നതിൽ എന്തൊക്കെ ഉണ്ടാവാം? വേർഡ്സ് വരാം, സിമ്പിൾസ് വരാം, നമ്പേഴ്സ് വരാം. ഇതെല്ലാം കൂടിയതാണ് എന്ത് പറഞ്ഞാൽ വേരിയബിൾസ് എന്ന് പറയുന്നത്. ഈ വേരിയബിൾസ് ഒക്കെ എന്ത് ചെയ്യുക? വേരി ചെയ്യാൻ ചാൻസ് ഉണ്ട്. എന്ത് ചെയ്യും? വേരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാൻ അല്ലേ? ഡിഫറെൻറ്റ് വാല്യൂസും ലെവൽസും കാര്യങ്ങളൊക്കെ വരാൻ എന്തുണ്ട്? ഇതിന് ചാൻസ് ഉണ്ട് എന്നാണ് എന്ത് പറയുന്നത് വേരിയബിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇറ്റ് ക്യാൻ ബി നമ്മുടെ വെയിറ്റ് ആവാം, ഹൈറ്റ് ആവാം, അതുപോലെ തന്നെ ആൻസൈറ്റി ലെവൽസ് ആയിരിക്കാം, ഇൻകം ആയിരിക്കാം, നമ്മുടെ ബോഡി ടെമ്പറേച്ചർ, ഇതൊക്കെ എന്താണ്? വേരിയബിൾസിൽ വരുന്ന കാര്യം. ഇതൊക്കെ എന്താണ്? വേരിയബിൾസിൻ്റെ പാർട്ടാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതായത് നമുക്ക് ഡിഫറെൻറ്റ് വാല്യൂസ് ഉണ്ടായിരിക്കും, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ എന്താണ്? ഈ വേരിയബിൾസിൻ്റെ പാർട്ടായിട്ട് വരുന്നതാണ്. ഇതിന് മെയിൻ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എന്താണ് വേരിയബിൾസ്? ഇത് നമുക്ക് ക്വാണ്ടിഫൈ ചെയ്യാൻ സാധിക്കും, അഥവാ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ളതായിരിക്കും ഈ വേരിയബിൾസ് എന്ന് പറയുന്നതാണ് അതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇവിടെ പഠിച്ചു വെക്കേണ്ടത് വേരിയബിൾസ് എന്താണ് എന്നുള്ളത്. ഒരു 2 മാർക്സ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? വേരിയബിൾസ് എന്താണ് എന്നുള്ളത് നമ്മളവിടെ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. അതാണ് ഇപ്പോൾ ഞാൻ എന്തെല്ലാം പറഞ്ഞിട്ടുള്ളത്. ഈ വേരിയബിൾസിൻ്റെ ഡിഫറെൻറ്റ് കാൽക്കുലേഷൻസ് ഉണ്ട്, അതായത് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ടൈപ്സ് ഓഫ് വേരിയബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും. ഒന്ന് അതിൻ്റെ മെഷർമെൻറ്റിൻ്റെ ടൈപ്പിനനുസരിച്ച്, ഒന്ന് അതിൻ്റെ കോസൽ റിലേഷൻഷിപ്പിന് അനുസരിച്ച്. ഇങ്ങനെ രണ്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വേരിയബിൾസിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം ബേസ്ഡ് ഓൺ ദ യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് ആൻഡ് കോസൽ റിലേഷൻഷിപ്പ് എന്നിങ്ങനെ രണ്ടായിട്ട് നമുക്ക് എന്തിനെ ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും? ഈ ഒരു വേരിയബിൾസിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം? ചിലപ്പോൾ നമുക്ക് എക്സാമിന് ഏതെങ്കിലുമൊക്കെ ഒന്നൊക്കെ എടുത്തിട്ട് നമുക്ക് 2 മാർക്സിന് ചോദിക്കാം. ഞാൻ ജസ്റ്റ് എല്ലാത്തിനും എന്ത് ചെയ്യാണ്? ഒരു ഓവർവ്യൂ പറഞ്ഞിട്ട് പോവുകയാണ്. അതായത് നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ക്വാളിറ്റേറ്റീവ് വേരിയബിൾസ് ഉണ്ടായിരിക്കും. ഏതൊക്കെയാണ്? ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾസ് ഉണ്ടായിരിക്കും, ക്വാളിറ്റേറ്റീവ് വേരിയബിൾസ് ഉണ്ടാകും. ഈ ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ? അളക്കാൻ സാധിക്കുന്ന വേരിയബിൾസ്, എൻ്റെ ഹൈറ്റ്, വെയിറ്റ് എന്നുള്ളതൊക്കെയാണ് എന്തെന്ന് പറഞ്ഞത് ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ. എനിക്ക് കൃത്യമായിട്ട് അളക്കാൻ സാധിക്കും. അതിനാണ് നമ്മൾ എന്തെന്ന് പറയുക? ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ. ഈ ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾസ് തന്നെ ഡിസ്ക്രീറ്റ് സീരീസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ കണ്ടിന്യൂസ് സീരീസും വരാം. എന്താണ്? ഡിസ്ക്രീറ്റ് സീരീസിലും വരാം, കണ്ടിന്യൂസ് സീരീസ്. അത് നമുക്ക് അതിൻ്റെ ടൈപ്പ് പറഞ്ഞു പോകുന്ന സമയത്ത് പറയാട്ടോ. ഡിസ്ക്രീറ്റ് സീരീസിലും കണ്ടിന്യൂസ് സീരീസിലും വരും. ക്വാളിറ്റേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ക്വാളിറ്റേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? നമുക്കവിടെ അത് കൃത്യമായിട്ട് നമുക്ക് മെഷർ ചെയ്യാനൊന്നും സാധിക്കില്ല. നമ്മളുടെ ബുദ്ധി, സൗന്ദര്യം,
നമ്മുടെ ആരോഗ്യം. ഇത് ഇത്രയാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? 10 ആരോഗ്യമുണ്ട് ആ വ്യക്തിക്ക് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് എന്തിനാണ് ഡിഫറെൻറ്റ് ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിരിക്കും ആ ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഇവിടെ നമുക്ക് നോക്കാനുള്ളത്. അതേപോലെ തന്നെ കോസൽ റിലേഷൻഷിപ്പ്, അത് തമ്മിലുള്ള ബന്ധത്തിനനുസരിച്ച് എന്ത് ചെയ്യാണ്ട് നമുക്ക് എന്തിനെ കുറിച്ച് നോക്കാനുണ്ട്, വേരിയബിൾസിനെ കുറിച്ച് നോക്കാനുണ്ട്. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഉണ്ട്, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഉണ്ട്. ഏതൊക്കെയാണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, അവ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും അല്ലേ. നമ്മളൊരു ഇൻഡിപെൻഡൻറ്റ് രാജ്യമാണെന്ന് പറയാറില്ലേ, അതെന്തായിരിക്കും, നമുക്കിവിടെ ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യാറില്ല, നമ്മളെ അതിന് വരില്ല, അത് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും, ഒറ്റയ്ക്ക് ഉള്ളതായിരിക്കും. ഡിപ്പെൻഡ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും ഇത് വരിക. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ളൊരു എക്സാമ്പിൾ ആയിരുന്നു, എന്തായിരുന്നു, നമ്മൾ ലീഫ് എന്താണ് ഇലക്കറികൾ കഴിച്ചാൽ നമ്മളുടെ തടി കുറയുമെന്നുള്ളത് അല്ലേ. അപ്പോൾ തടി കുറയണമെന്നുണ്ടെങ്കിൽ ഇലക്കറികൾ കഴിക്കണം. ഇലക്കറി എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. തടി കുറയാന്നുള്ളത് ഇലക്കറി കഴിച്ചാലേ തടി കുറയും, അതൊരു ഡിപ്പെൻഡൻ്റ് ആണ്. അതാണ് അവിടെ വരുന്നത്. അപ്പോൾ അതാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, അതിൽ നോക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ഇത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാനുണ്ട്. ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുന്നുള്ളൂ, ഞാനത് പറഞ്ഞു പോകും, ഓരോ ടൈപ്സും കാര്യങ്ങളും ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ബേസ്ഡ് ഓൺ യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയാനുള്ളത്. ബേസ്ഡ് ഓൺ യൂണിറ്റ് ഓഫ് മെഷർമെൻ്റ് ആണ് നമുക്ക് നോക്കാനുള്ളത്. അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള വ്യൂ പോയിൻറ്റ്സും കാര്യങ്ങളും വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, നമുക്ക് ഇതിനെ നോക്കാം. മെയിൻലി 2 കാറ്റഗറൈസേഷനാണ് വരുന്നത്, ഒന്ന് ക്വാണ്ടിറ്റേറ്റീവും ഒന്ന് ക്വാളിറ്റേറ്റീവും. ഏതൊക്കെയാണ്, ക്വാണ്ടിറ്റേറ്റീവ് ഉണ്ട്, ക്വാളിറ്റേറ്റീവ് ഉണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്, അവിടെ വാല്യൂസ് ഉണ്ടായിരിക്കും, ആ വാല്യൂസിന് വെച്ചിട്ടാണ് നമ്മൾ മെഷർ ചെയ്യുക. അതിൽ നമ്മൾ ആദ്യം നോക്കണം എന്ന് പറഞ്ഞത് ഏതായിരുന്നു, ഡിസ്ക്രീറ്റ് സീരീസും കണ്ടിന്യൂസ് ചെയ്യണം. മറ്റൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഡിസ്ക്രീറ്റ് സീരീസ് വേരിയബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും, അതിനൊരു കൗണ്ടബിൾ വാല്യൂ, ഒരു ഫിനിറ്റ് ആയിട്ടുള്ള പോസിബിലിറ്റീസും കാര്യങ്ങളൊക്കെ അതിന് കൗണ്ടബിൾ വാല്യൂസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ 10 മാർക്ക് കിട്ടിയ 15 പേര്, 20 മാർക്ക് കിട്ടിയ 25 പേര്, 30 മാർക്ക് കിട്ടിയ 10 പേര്. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാണ്, അതും രണ്ടും ഒരു എക്സ് ഫാക്ടറും അതിൻ്റെ എന്ത് ചെയ്യാണ് പ്രോബബിലിറ്റി, പോസിബിലിറ്റി അല്ലെങ്കിൽ നമ്പർ ഓഫ് പേഴ്സൺസ് അല്ലെങ്കിൽ നമുക്ക് അതിന് എന്ത് തരാം ഫ്രീക്വൻസി എന്നൊക്കെ പറയാം, അതും തരികയാണെന്നുണ്ടെങ്കിൽ അതാണ് നമ്മൾ എന്താ പറയുക ഡിസ്ക്രീറ്റ് വേരിയബിൾസ് എന്ന് പറയാം. ഇൻ വൺ ദാറ്റ് ഇൻവോൾവ്സ് എ കൗണ്ടബിൾ നമ്പർ ഓഫ് ഐറ്റംസ് എന്നാണ് പറയാം. എ ഡിസ്ക്രീറ്റ് വേരിയബിൾ ഈസ് വൺ ദാറ്റ് ഇൻവോൾവ് എ കൗണ്ടബിൾ നമ്പർ ഓഫ് ഐറ്റംസ് എന്നാണ് പറയാം. ഇതാണ് എ ഡിസ്ക്രീറ്റ് വേരിയബിൾ ഈസ് വൺ ദാറ്റ് ഇൻവോൾവ്സ് എ കൗണ്ടബിൾ നമ്പർ ഓഫ് ഐറ്റംസ് എന്ന് നമുക്കതിനെ പറയാൻ സാധിക്കുന്നതാണ്. ഓക്കെ, സോ ദ ഡിസ്ക്രീറ്റ് വേരിയബിൾ കൺസിസ്റ്റ് ഓഫ് വോൾ നമ്പേഴ്സ് ഓൺലി. എല്ലാ നമ്പേഴ്സും കാര്യങ്ങളൊക്കെ എവിടെ വരുന്നുണ്ട്, ഈ ഒരു ഡിസ്ക്രീറ്റിൽ വരുന്നുണ്ട്. ഇൻ ഷോർട്ട്, ഡിസ്ക്രീറ്റ് വേരിയബിൾ ക്യാൻ ഓൺലി ടേക്ക് എ സെർട്ടൈൻ ഇൻഡിവിജ്വൽ വാല്യൂ. ഒരു സെർട്ട് അല്ലേ 10, 20, 30 ഒരു സെർട്ടൈൻ ഇൻഡിവിജ്വൽ വാല്യൂസിന് ബേസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും നോക്കി വെക്കേണ്ട, ജസ്റ്റ് അത് മനസ്സിലാക്കി വെക്കാം. ഡിസ്ക്രീറ്റ് സീരീസ് ഒന്നും മിക്കവാറും നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കല്ല. And the number of children in a family, the number of women in a particular state, and number of inhabitants to each town are some examples of discrete variables എന്ന് നമുക്ക് പറയാവുന്നതാണ്. അതായത് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ്, സൈസ് ഓഫ് ഷൂസ്, ഇതൊക്കെ നമുക്ക് ഡിസ്ക്രീറ്റ് വേരിയബിൾസിൽ വരുന്നതാണ്. ഇനി നമുക്ക് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, ഒരു 2 റേഞ്ചിൻ്റെ ഉള്ളിൽ, സെർട്ടൈൻ റേഞ്ചിൻ്റെ ഉള്ളിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അതാണ് കണ്ടിന്യൂ. അതായത് 0 മാർക്കിനും 10 മാർക്കിനും ഇടയിൽ കിട്ടിയത് 15 പേർക്കാണ്. 10 മാർക്കിനും 20 മാർക്കിനും ഇടയിൽ കിട്ടിയത് എത്ര, 5 പേർക്കാണ്. 20 മാർക്കിനും 30 മാർക്കിനും ഇടയിൽ കിട്ടിയത് 2 പേർക്കാണ്. ഇങ്ങനെ നമ്മൾ ക്ലാസിഫിക്കേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ കണ്ടിന്യൂസ് വേരിയബിൾസ് എന്ന് പറയുക. അതിനാണ് നമ്മൾ എന്ത് പറയുക, കണ്ടിന്യൂസ് വേരിയബിൾസ് എന്ന് പറയുക. ഒരു സെർട്ടൈൻ ഇൻ്റർവെല്ലിന് അടിസ്ഥാനത്തിൽ, ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ 0 to 10, ഇവിടെ 10 ആണ്, 10 to 20 ഇടയിലുള്ള 10 കൂട്ടുമ്പോഴാണ് 20, 20 to 30 പറഞ്ഞാൽ ഇവിടെ 10. അതാണ് ഇൻ്റർവെൽ എന്ന് പറയാം. അതിന് നമ്മൾ ക്ലാസ് ഇൻ്റർവെൽ എന്നൊക്കെ പറയൂലേ, ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു കാര്യം ചെയ്യുന്നത് ഉണ്ടെങ്കിൽ അതാണ് കണ്ടിന്യൂസ് വേരിയബിൾസിലെ കാര്യം. എന്താണ്, അതിനാണ് നമ്മൾ കണ്ടിന്യൂസ് വേരിയബിൾസ് ആയിട്ട് പറയാം. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഉണ്ടെങ്കിൽ അതാണ് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, ബാക്ക് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ചെറിയൊരു കാര്യം ഉണ്ടായിരുന്നു, അതാണ് ജസ്റ്റ് ഒന്ന് പോയത്. എല്ലാവരും പോയോ? എല്ലാവർക്കും ഓഡിയബിൾ ആണോ? ടുമാറോ അല്ല, നമ്മൾ കുറച്ച് നേരം കൂടി ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യും. ബാക്കി കാര്യങ്ങൾ നമുക്ക് ടുമാറോ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഒരു 10 o'clock വരെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതാണ്. എല്ലാവരും പോയോ? നമുക്ക് ഒരു 10 o'clock വരെ കണ്ടിന്യൂ ചെയ്യാമല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ.
പറയൂ. അപ്പോൾ എന്താ ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായം പറയൂ കേട്ടോ. ഞാൻ ജസ്റ്റ് ചെറിയൊരു എമർജൻസി ഒരു കാര്യം വന്നുകൊണ്ട് ജസ്റ്റ് ഒന്ന് പോയതാണ്. അപ്പോൾ കണ്ടിന്യൂസ് വേരിയബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ആർ ദോസ് വേരിയബിൾസ് ഫോർ വിച്ച് ഡാറ്റ ക്യാൻ ടേക്ക് ഓൺ എനി വാല്യൂ ഇൻ എ സെർട്ടൻ റേഞ്ച് ഓർ ഇൻ്റർവെൽ. എന്താണ് ഒരു സെർട്ടൻ റേഞ്ചിൽ അല്ലെങ്കിൽ ഒരു ഇൻ്റർവെൽസിൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാണ്, നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അതാണ് എന്തെന്ന് പറയുന്നത് കണ്ടിന്യൂസ് വേരിയബിൾസ്. നമ്മൾ പറഞ്ഞത് 0 to 10 ഇടയിൽ 15 പേരുണ്ട്, 10 to 20 ഇടയിൽ 5 പേരുണ്ട്, 20 to 30 ഇടയിൽ 2 പേരുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അതാണ് എന്തെന്ന് പറയുന്നത് കണ്ടിന്യൂസ് വേരിയബിൾസ് എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്വാണ്ടിറ്റേറ്റീവ് കഴിഞ്ഞു. നെക്സ്റ്റ് ഏതാണ് ക്വാളിറ്റേറ്റീവ് വേരിയബിൾസ് അല്ലെങ്കിൽ കാറ്റഗോറിക്കൽ വേരിയബിൾസ് എന്ന് പറയാം. ഏതാണ് ക്വാളിറ്റേറ്റീവ് വേരിയബിൾസ് അല്ലെങ്കിൽ കാറ്റഗോറിക്കൽ വേരിയബിൾസ് എന്ന് ഇതിനെ പറയാം. അതായത് ക്വാളിറ്റേറ്റീവ് വേരിയബിൾസ് ആർ ദോസ് വേരിയബിൾസ് വിച്ച് cannot be quantified but their presence or absence will be noticed. എന്തായിരിക്കും നമുക്ക് ഈ ഒരു ക്വാളിറ്റേറ്റീവ് വേരിയബിൾസ് അല്ലെങ്കിൽ കാറ്റഗോറിക്കൽ വേരിയബിൾ എന്നാൽ അത് നമുക്ക് കറക്റ്റായിട്ട് ഇത്ര എണ്ണം നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ അതിൻ്റെ ആബ്സെൻസ് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ബട്ട് ദ പ്രസൻസ് ഓർ ആബ്സെൻസ് വിൽ ബി നോട്ടീസ്. അതിൻ്റെ പ്രസൻസ് ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആവാം എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. അതായത് നല്ലൊരു മാനേജർ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ, ആ രീതിയിലാണ് ഇവിടെ പറയുന്നത്. A qualitative variable is a variable that is not numeric and it classifies the data into different categories. ന്യൂമറിക്കലി അല്ല, പക്ഷെ ഡിഫറെൻറ്റ് കാറ്റഗറി ആക്കി തിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഏത് യൂസ് ചെയ്യാൻ പറ്റും, ഈ കാറ്റഗറിക്കൽ വേരിയബിൾ അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് വേരിയബിൾസ് യൂസ് ചെയ്യാൻ സാധിക്കും. ആൻഡ് ഇറ്റ് അലോസ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് ഓർ ഒബ്ജക്ട് ബേസ്ഡ് ഓൺ സം ആട്രിബ്യൂഷൻ ഓർ ക്യാരക്ടറിസ്റ്റിക്സ്. അതൊരു ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സിൻ്റെ അടിസ്ഥാനം ചെയ്യുകയാണെങ്കിൽ അതാണ് ക്വാളിറ്റേറ്റീവ് വേരിയബിൾസ് എന്ന് പറയുന്നത് കേട്ടോ. അതിന് ഡിക്ടോണമസ് വേരിയബിൾസ്, നോമിനൽ വേരിയബിൾസ്, ഓർഡിനൽ വേരിയബിൾസ് എന്ന് പറയും. ജസ്റ്റ് ഞാനൊന്ന് പറയാം. അത് ഡിക്ടോണമസ് വേരിയബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ ദോസ് വേരിയബിൾ ദാറ്റ് ഓൺലി 2 പോസിബിൾ കാറ്റഗറീസ് വിത്ത് വിൽ ബി അസൈൻഡ് വാല്യൂ. അവിടെ എന്തുണ്ടായിരിക്കും 2 പോസിബിൾ വാല്യൂസ് മാത്രമേ ഉണ്ടാവുള്ളൂ. എന്താണ് ഒരു 2 പോസിബിൾ വാല്യൂസ് മാത്രമേ എന്തുണ്ടാവുള്ളൂ അതിനുണ്ടാവുകയുള്ളൂ. അങ്ങനെയുള്ളതാണ് ഡിക്ടോണമസ് വേരിയബിൾസ് എന്ന് പറയാം. ഒന്നുകൂടി പറയുകയാണെന്നുണ്ടെങ്കിൽ ദീസ് വേരിയബിൾസ് ക്യാൻ ടെക്നിക്കലി ബി കൺസിഡർ ആസ് നോമിനൽ. ടെക്നിക്കലി അതിനെ നോമിനൽ ആയിട്ടാണ് ചെയ്യുക. ബട്ട് ദർ ആർ ഓഫ്റ്റൻ കൺസിഡർ ആസ് എ സ്പെഷ്യൽ കേസ് ബിക്കോസ് ദർ എ ബൈനറി നേച്ചർ ഈസ് ആൻ ആട്രിബ്യൂട്ട് ദാറ്റ് അതർ മെഷർ ഡു നോട്ട് ഹാവ്. അതായത് ഒരു എക്സാമ്പിളൊക്കെ പറയുക നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും, ഒരു ടീച്ചർ, നോൺ ടീച്ചർ, വ്യൂവർ, നോൺ വ്യൂവർ എന്നിങ്ങനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യില്ലേ. അതിൽ വ്യൂവർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്ന് പറയാൻ പറ്റും, ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള, ക്വാളിറ്റേറ്റീവിൽ വരുന്ന ഡിക്ടോണമസ് ആണ് നോൺ വ്യൂവർ അല്ലെങ്കിൽ നോൺ ടീച്ചർ എന്നൊക്കെ പറഞ്ഞത്. അതാണ് ഡിക്ടോണമസ് വേരിയബിൾസ് എന്ന് പറയുന്നത്. ഇനി നോമിനൽ വേരിയബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ബി ഓർഗനൈസ്ഡ് മോർ ദാൻ 2 കാറ്റഗറീസ്, ഒന്നിലധികം കാറ്റഗറീസിൽ നമുക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതാണ് നോമിനൽ വേരിയബിൾസ് എന്ന് പറഞ്ഞത്. വിച്ച് ഡു നോട്ട് ഫോളോ എ പെർട്ടിക്കുലർ ഓർഡർ ആർ കാൾഡ് നോമിനൽ വേരിയബിൾ. ഒരു പെർട്ടിക്കുലർ ഓർഡറോ കാര്യങ്ങളൊന്നും ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ അതിനാണ് നമ്മൾ എന്താ പറയുക നോമിനൽ വേരിയബിൾസ് എന്ന് പറയുന്നത്. ആൻഡ് നോമിനൽ വേരിയബിൾസ് ആർ ടിപ്പിക്കലി മെഷർഡ് യൂസിങ് ലേബൽസ് ഓർ കോഡ്സ്. ഒരു ലേബൽ അല്ലെങ്കിൽ കോഡൊക്കെ വെച്ചിട്ടല്ലേ, നമ്മളെ ബ്ലഡിൻ്റെ ടൈപ്പ്, നമ്മളുടെ കണ്ണിൻ്റെ കളറ്, ചില ആൾക്കാർക്ക് എന്താ പൂച്ചക്കണ്ണുണ്ടാവും, ചിലർ കറുത്തായിരിക്കും, ചിലർക്ക് യെല്ലോ. എൻ്റെ കണ്ണുണ്ടല്ലോ ശരിക്കും യെല്ലോയിഷ് ആണ്, അത് ചെറുപ്പം തൊട്ടേ അങ്ങനെയാണ്, യെല്ലോയിഷ് ആണ്. അപ്പോൾ കറുത്ത വെള്ള വരുന്ന മറ്റേ കറുപ്പാണെന്നുണ്ടെങ്കിൽ കൃഷ്ണമണി കറുപ്പാണെന്നുണ്ടെങ്കിൽ ബാക്കി യെല്ലോ രീതിയിലാണ് വരിക. അപ്പോൾ അതെന്താണ്, അതൊക്കെ വെച്ചിട്ട് നമ്മളെ കാറ്റഗറിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതാണ് നോമിനൽ വാല്യൂസ് എന്ന് പറയാം. അപ്പോൾ ഓർഡിനൽ വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർ ദാൻ 2 കാറ്റഗറീസ് അവിടെയും ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും നമ്മളുടെ സാറ്റിസ്ഫാക്ഷൻ. എനിക്ക് ഒരു പേരയ്ക്ക കഴിച്ച സമയത്ത് എനിക്ക് എത്ര സാറ്റിസ്ഫാക്ഷൻ കിട്ടിയേക്കും, 5 സ്കെയിൽ കൊടുത്തിട്ടും അതിൽ 5 എന്നാണെന്നുണ്ടെങ്കിൽ നല്ല ഹയസ്റ്റ്, 4 ആണെന്നുണ്ടെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി സാറ്റിസ്ഫൈഡ് ആണ്, 3 ആണെന്നുണ്ടെങ്കിൽ സാറ്റിസ്ഫൈഡ് ആണ്, 2 ആണെന്നുണ്ടെങ്കിൽ നോൺ സാറ്റിസ്ഫൈഡ് ആണ്, 1 ആണെങ്കിൽ മോസ്റ്റ് നോട്ട് സാറ്റിസ്ഫൈഡ്, അങ്ങനെ പറയല്ലോ. അങ്ങനെ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഒക്കെ മെഷർ ചെയ്യുകയാണെങ്കിൽ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഓർഡിനൽ വാല്യൂസ് എന്ന് പറയുന്നത്. ഈ ഓർഡിനൽ വാല്യൂസിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ നെക്സ്റ്റ് പറയാനുള്ള ബേസ്ഡ് ഓൺ കോസൽ റിലേഷൻഷിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഡിപ്പെൻഡൻ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ്. ഡിപ്പെൻഡൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, മറ്റൊന്നിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നിൽക്കാം. ഓക്കെ, ഇൻഡിപെൻഡൻ്റ് എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമായത്, അതാണ് നമ്മുടെ കൺസെപ്റ്റ് വരുന്നത്. നമ്മൾ ഓൾറെഡി കുറേ ഡിസ്കസ് ചെയ്തുകൊണ്ട് ഞാൻ അതിൽ കൂടുതലായിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല കേട്ടോ. ഇനി കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പിൽ എന്ത് ചെയ്യണ്ടേ, നമുക്ക് പഠിക്കാനുള്ള ഒന്നാണ് ഇൻ്റർവെനിങ് വേരിയബിൾസ് എന്ന് പറയുന്നത്. ഒരു 2 മാർക്സ് ക്വസ്റ്റ്യൻ ആണ് ഇൻ്റർവെനിങ് വേരിയബിൾസ് അല്ലെങ്കിൽ മീഡിയേറ്റിംഗ് വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ. എക്സാമിന് ചോദിക്കാറുണ്ട് ഇൻ്റർവെനിങ് വേരിയബിൾസ് അഥവാ മീഡിയേറ്റിംഗ് വേരിയബിൾസ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ചൊന്ന് നോക്കാം. അപ്പോൾ ഇൻ്റർവെനിങ് വേരിയബിൾസ് അഥവാ മീഡിയേറ്റിംഗ് വേരിയബിൾസ് എന്താണെന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. ദീസ് വേരിയബിൾസ് എക്സ്പ്ലെയിൻസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിപ്പെൻഡൻറ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ത് ചെയ്യാണ്,
കാണിക്കുക അല്ലെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്, ഇൻ്റർവെനിങ് വേരിയബിൾസ് അല്ലെങ്കിൽ മീഡിയേറ്റിംഗ് വേരിയബിൾസ് യൂസ് ചെയ്യുന്നത്. ഏതാണ് ഇൻ്റർവെനിങ് വേരിയബിൾ അല്ലെങ്കിൽ മീഡിയേറ്റിംഗ് വേരിയബിൾസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ദ ഇൻ്റർവെനിങ് വേരിയബിൾസ് ഇൻ്റർവെൻസ് ഓർ മീഡിയേറ്റ് ബിറ്റ്വീൻ ദ ഡിപ്പെൻഡ് ആൻഡ് ഇൻഡിപെൻഡന്റ്, രണ്ടിൻ്റെ നടുക്കിൽ ഒരു മീഡിയേറ്റർ രാജ്യമായിട്ട് നിൽക്കുന്നവനാണ് നമ്മൾ ഇൻ്റർവെനിങ് വേരിയബിൾസ് എന്ന് പറഞ്ഞത്. ആൻഡ് ഇറ്റ് എക്സ്പ്ലെയിൻ ദ പ്രോസസ് ബൈ വിച്ച് ടു വേരിയബിൾസ് ആർ റിലേ, ഏത് രീതിയിലാണ് ആ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും റിലേറ്റ് ചെയ്തത് എന്ന് പറയുന്നതാണ് ഏതെന്ന് പറയുന്നത് നമ്മളുടെ ഇൻ്റർവെനിങ് വേരിയബിൾസ് എന്ന് പറയുന്നത്. അതാണ് ഇൻ്റർവെനിങ് വേരിയബിൾസ് എന്ന് പറയുന്നത് കേട്ടോ. ജസ്റ്റ് അതൊന്ന് നോക്കി വെക്കാം. പിന്നെ അതിൽ നമുക്ക് എക്സ്ട്രോണിയസ് വേരിയബിൾസും മോഡറേറ്റ് വേരിയബിൾസും ഒക്കെ പറയുന്നുണ്ട്. ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യാൽ മതി, നോട്ട്സ് കാര്യങ്ങൾ വായിച്ച് നോക്കിയാൽ മതി. പിന്നെ ഇതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടേമാണ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. ഏതാണ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് അല്ലേ, നമ്മൾ കേട്ടിട്ടുണ്ടാവും ആ ആട്രിബ്യൂട്ട്സ്, ഈ ആട്രിബ്യൂട്ട്സ് അങ്ങനെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. പക്ഷെ നമുക്ക് എന്താണെന്ന് അറിയില്ല, എന്താണ് വേരിയബിളും ആട്രിബ്യൂട്ട്സും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് നമുക്കറിയില്ല. അപ്പോൾ നമുക്കത് നോക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ആട്രിബ്യൂട്ട്സ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ്സ് എ ഫോം ഓഫ് വേരിയബിൾ ദാറ്റ് ഷോ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ ഒബ്ജെക്ട്. ഒരു ഒബ്ജക്റ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. എന്താണ്, ഒരു ഒബ്ജക്റ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കുന്നതാണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ്സ് റെപ്രസെൻറ്റ് സം ക്വാളിറ്റി, സം ക്വാളിറ്റിയിലായിരിക്കും എന്ത് ചെയ്യുന്ന ഇത് നമ്മളെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആൻഡ് ആട്രിബ്യൂട്ട് ക്യാൻ ദ പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് പർട്ടിക്കുലർ ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് പർട്ടിക്കുലർ ക്യാരക്ടറിസ്റ്റിക് ഇല്ലാതൊക്കെ ആവുന്ന സമയത്താണ് നമ്മൾ ഏത് കൂടുതലായിട്ട് വരിക, ഈ ഒരു ആട്രിബ്യൂട്ട്സ് നമ്മൾ കൂടുതലായിട്ട് വരിക. അതായത് നമുക്ക് ആട്രിബ്യൂട്ട്സ് പറയുന്ന സമയത്ത് ഇങ്ങനെ ആട്രിബ്യൂട്ട്സും വേരിയബിൾസും കമ്പാരിസൺ ചെയ്ത് പറയുകയാണ് ഒന്നുകൂടി സുഖം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി കിട്ടും. അതായത് വേരിയബിൾസ് എന്ന് നമ്മൾ പറഞ്ഞ ഒരു ലോജിക്കൽ ഗ്രൂപ്പിംഗ് ഓഫ് ആട്രിബ്യൂട്ട്സ് ആണ്. ഈ ആട്രിബ്യൂട്ട്സിനൊക്കെ ഗ്രൂപ്പ് ചെയ്യാണ്. ഈ ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്വാളിറ്റീസ്, ക്യാരക്ടറിസ്റ്റിക്സ് അങ്ങനത്തെ ഒരു ഒബ്ജക്റ്റുമായി ബന്ധപ്പെട്ടുള്ളതാണ് എന്തെന്ന് പറയുന്നത് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. ഇനി ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ മെയിൽ ഫീമെയിൽ ആട്രിബ്യൂട്ട്സ് ആണ്. ജെൻഡർ എന്ന് പറയുന്നതായിരിക്കും അവിടുത്തെ വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ. ജെൻഡർ വേരിയബിൾ ആണ്, മെയിൽ ഫീമെയിൽ എന്ന് പറയുന്നത് എന്തായിരിക്കും അവിടുത്തെ ആട്രിബ്യൂട്ട്സ് ആയിരിക്കും. ഒക്യുപ്പേഷൻ എന്നുള്ള ടീച്ചർ, ഡ്രൈവർ എന്നുള്ളത് എന്തായിരിക്കും അതിൻ്റെ ആട്രിബ്യൂട്ട്സ് ആയിരിക്കും. വേരിയബിൾസ് ആയിരിക്കും, വേരിയബിൾസ് ഏതാണ് ഒക്യുപ്പേഷൻ എന്നാണ്. സോഷ്യൽ ക്ലാസ് എന്നുള്ളത് വേരിയബിൾസ് ആണ്. അപ്പർ മിഡിൽ ലോവർ എന്നുള്ളത് എന്താണ് നമ്മുടെ ആട്രിബ്യൂട്ട്സ് ആണ്. അതാണ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ പറയൂ ആട്രിബ്യൂട്ട്സും വേരിയബിൾസും നിങ്ങൾക്ക് ക്ലിയർ ആണോ? നമുക്ക് സ്കെയിലിംഗ് ടെക്നിക്സ് വരെ എന്ത് ചെയ്യണം, നമുക്ക് മാക്സിമം നമുക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൊത്തം കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ട്. നിങ്ങളുടെ ഒരു പാർട്ടിസിപ്പേഷൻ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, കംപ്ലീറ്റ് ചെയ്യാം. നിങ്ങൾ പറയൂ സ്കെയിലിംഗ് ടെക്നിക്സ് ക്ലിയർ ആണോ, ആട്രിബ്യൂട്ട്സും വേരിയബിൾസും തമ്മിൽ ക്ലിയർ ആണോ? സ്കെയിലിംഗ് ടെക്നിക്സിലോട്ട് പോവല്ലേ? എവിടെ എല്ലാവരും പോയോ?